അപ്പം ഞങ്ങൾ ഉണ്ടാക്കി ലാലേട്ടന്റെ സ്പെഷ്യൽ ഡെസേർട്ട്. അതെ ഗൈസ്, അപ്പൊ ഞങ്ങൾ ഉണ്ടാക്കി ലാലേട്ടന്റെ സ്പെഷ്യൽ ഡെസേർട്ട്. ഇൻസ്റ്റയില് കുറെ വീഡിയോസ് കണ്ടു ഇതിനെ പറ്റി. ഞാൻ നോക്കിയപ്പോ വലിയ കഷ്ടപ്പെട്ട പണിയൊന്നുമില്ല. എന്നാ പിന്നെ ട്രൈ ചെയ്തേക്കാന്ന് ഓർത്തു. ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. കഴിച്ചു കഴിഞ്ഞാൽ നമ്മളിത് പിന്നെ നിർത്തൂല കേട്ടോ. അത് ഞാൻ ഉറപ്പ് പറയാം. അങ്ങനെ ഒരു സൺഡേ ആയിരുന്നു, ഒന്നും നോക്കിയില്ല, ഞങ്ങളൊന്ന് ട്രൈ ചെയ്യാൻ നോക്കി. നേരെ ഷോപ്പിൽ പോയി വാനില ഫ്ലേവറിൽ വരുന്ന ഐസ്ക്രീം എടുത്തു. വാനിലയുടെ ഫ്ലേവർ തന്നെ എടുക്കാൻ നോക്കാം, എന്നാലേ അതിന്റെ ഒരു ഇത് കിട്ടത്തുള്ളൂ. ഓക്കെ, അങ്ങനെ ഗൈസ് വലിയ പണിയൊന്നുമില്ല. ഒരു പാൻ വെക്കുക, ചൂടാക്കുക, അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യ് ചൂടായതിനു ശേഷം ഒത്തിരി പഴുത്തതും അല്ല എന്നാ പഴുക്കാത്തതും അല്ലാത്തതായിട്ടുള്ള ഏത്തപ്പഴം വട്ടത്തിലോ നീളത്തിലോ എങ്ങനാന്ന് വെച്ച് അരിഞ്ഞിട്ട് വാട്ടിയെടുക്കുക. ഏത്തപ്പഴം ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് ശർക്കര പൊടി ഇട്ട് കൊടുക്കുക, പിന്നെ ഏലക്ക പൊടി ഇട്ട് കൊടുക്കുക, പിന്നെ തേങ്ങ ചെണ്ട ഇട്ട് കൊടുക്കുക. പണി തീർന്നു ഗൈസ്. ഇനി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. നേരെ പ്ലേറ്റ് വെക്കുക. ഈ സാധനം അല്ല അതിലേക്ക് തട്ടുക. എന്നിട്ട് നമ്മുടെ ഐസ്ക്രീമിന്റെ മുകളിൽ ഇട്ട് വെക്കുക. പിന്നെ ഗൈസ് ലാസ്റ്റ് ആയിട്ട് റമ്മൊക്കെ ഒഴിക്കാൻ പറയുന്നുണ്ട്, പക്ഷെ നമുക്കത് പറ്റത്തില്ല. എന്തായാലും അടിപൊളി സാധനമാണ്. എന്റെ മോള് ഭയങ്കര കട്ടക്കൽപ്പിൽ സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.